നമ്മള് സൗന്ദര്യമില്ലാത്ത കുട്ടിക്ക് കൊടുക്കുമ്പോഴേ അത് പ്രശ്നമാവുന്നുണ്ട്. ഒഴിവാക്കണമെങ്കിൽ എല്ലാവരും വിചാരിക്കും, ഞാൻ മാത്രം വിചാരിച്ച നടക്കില്ല. അതല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് സൗന്ദര്യമുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൂടുതലും. അടവുകളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇതിന് ബോഡി മൂവ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട്. ഉദാഹരണത്തിന് ഒരു പൂതനാമോഷം എടുക്കുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് കൃഷ്ണനെ കൊല്ലാനുള്ള സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളിൽ വല്ലവർക്കും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുലയിൽ വിഷം തേച്ചിട്ട് പാല് കൊടുത്ത് കൊല്ലുന്നതാണ് കൃഷ്ണൻ്റെ കഥ. ഇതിൽ ഒരു പുരുഷൻ ഈ ബ്രസ്റ്റിനകത്ത് വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായ ഒരു പയ്യൻ ചെയ്താലും, അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രസ്റ്റൊക്കെ നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഓടിങ്ങിട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്സരത്തിന് ഒരു കുട്ടി 10 മിനിറ്റ് കളിക്കുന്നതല്ല മോഹിനിയാട്ടം. ഒരു വർണ്ണം അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള ഒരു വർണ്ണം മോഹിനിയാട്ടത്തിൽ ഏറ്റവും മേജറായിട്ടാണ് വർണ്ണം. അതിനകത്തൊരു കുട്ടീനെ നമ്മൾ 9:50 മിനിറ്റിലാണ് കട്ടനിടുന്നത്. 10 മിനിറ്റിലാക്കി കഴിഞ്ഞാൽ കട്ടനിടും. യൂണിവേഴ്സിറ്റിക്ക് 14:50. ഇതിനകത്തൊരു കഥയോ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അത്രയും ഷോർട്ടാക്കിയിട്ടൊരു മോഹിനിയാട്ടം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ വക സെക്സ് രൂപേണയുള്ള ഒരുപാട് ഐറ്റംസാണ് മോഹിനിയാട്ടത്തിലുള്ളത്. ഒരു കുട്ടി മണിയറ ഒരുക്കുന്നു ഭർത്താവിന് വേണ്ടി, അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. അല്ല ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞൊരു മാനദണ്ഡം. ഒരു മണിയറ ഒരു പുരുഷൻ ഒരുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അത് ഈ കലയിൽ എന്തിനാണ് നിങ്ങൾ ലിംഗവിവേചനവും ഓരോ ലിംഗം എന്ന് പറഞ്ഞാൽ അതായത് മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതെന്റെ അഭിപ്രായ കുട്ടിയത്. ആയിക്കോട്ടെ, നിങ്ങൾ കലാകാരിയായിട്ട് എന്നെ അംഗീകരിക്കണ്ട ഇനി. അപ്പൊ കഴിഞ്ഞില്ലേ? വേണ്ട. അയ്യോ, നമസ്കാരം. കൈരളി ചാനലിൽ നമസ്കാരം. അംഗീകരിക്കണ്ട. ഏത് ചാനൽ? നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു വിരോധമില്ല. വേണ്ട, നിങ്ങളെല്ലാരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചല്ലേ പറയുള്ളൂ. ഞാനാ പിൻവലിക്കാൻ? ഞാൻ ആരും അതിന് തേജോവധം ചെയ്തിട്ടില്ല. ഞാനൊരു തേജോവധം ചെയ്തിട്ടില്ല. എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലുള്ള ഒന്നും വരുമല്ലോ. ചാനലുകാർ വരുമ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ 66-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടോ? ഞാൻ പറയും. ഒരു മര്യാദയും മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. ഇനിയിപ്പോൾ എന്തോന്നാ പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു കവലയിലൊന്നും ഇവിടെ ഒന്നും സംസാരിച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ ഒരു ജാതി മതം പറഞ്ഞാലേ പ്രശ്നം. എന്തൊരുപാട് പിന്നെയും പറയും. കറുപ്പ് വെളുപ്പെന്ന് ഞാൻ ചോദിക്കട്ടെ, സങ്കടം സന്തോഷം, കറുപ്പ് വെളുപ്പ്, രാവ് പകല്, ഇതൊക്കെ എന്തിനാ വാക്കുകൾ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ വാക്കുകളൊക്കെ ഉണ്ട്? അല്ല, മൃഗവും മനുഷ്യനും കൂടെ ഒന്നിച്ച് ചേർക്കണ്ട. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ചേർത്താൽ മതി. സങ്കടവും ചിരി അല്ല വേണ്ട, കേക്കണ്ട. ഇല്ല, കേക്കണ്ട. നിങ്ങൾ കേക്കണ്ട. പൊതുവികാരം ഉയർന്നിട്ട് കാര്യമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം, എന്റെ പൊന്നെ, എനിക്ക് അവരെന്നെ എന്ത് പറഞ്ഞാലും ഒരു വിരോധമില്ല. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ധാഷ്ട്യം ദീഷ്ടിയൊന്നും അല്ല ഇത്. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. വൃത്തികേടെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? എന്നെ ചോദ്യം ചെയ്യാനും എന്തിന് നിറവ്യത്യാസം? അതാ ഞാൻ പറഞ്ഞ കറുപ്പ് വെളുപ്പ് എന്തിനാ? ശുദ്ധ മലയാളം എന്ന് പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായം. അത് നിങ്ങളെ ആരുടെ സർട്ടിഫിക്കറ്റ് അല്ല, എത്രയോ സ്ഥലത്ത് മത്സരത്തിന് ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ഇട്ടായിട്ടുണ്ട്. ആരാ? അതാ പറഞ്ഞ നിങ്ങളെ നല്ല ഒരു
കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോവാ ഇപ്പോഴത്തെ കുറെ പയ്യന്മാര് മേക്കപ്പിന് നല്ല നോക്കിട്ടെ ഞാൻ പറയട്ടെ ഇയാൾ മിണ്ടായി അവർ നല്ല ഇത്തിരി നിറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നുമല്ല. ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല. ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ ഇപ്പം രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന് വന്നിട്ട്. അറിയേയില്ല ആ കുട്ടി ഇങ്ങനെ ഒരു നിറ മേക്കപ്പിൽ കാര്യമുണ്ട്. അല്ല കളിക്കും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാൻ എങ്ങനെ അറിയാം? ഇല്ല ആണല്ലേ, നിങ്ങൾക്ക് വന്നിട്ട് സൗന്ദര്യം മാത്രം അറിഞ്ഞാൽ. മേഡം ഈ ആരുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, ആരെ വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോൾ RLV രാമകൃഷ്ണനെ കൊള്ളാൻ എന്തായിരിക്കും കാരണം? എനിക്കറിഞ്ഞൂടാ എന്താണ്. ഇല്ല ഒരു പ്രശ്നമില്ല. അതിനാരാ ആ രാമകൃഷ്ണ എന്നുള്ളത് നിങ്ങൾക്ക് ആള് പോയിരിക്കും, എവിടെ ഇല്ല. തുടക്കത്തിൽ തന്നെ രാമകൃഷ്ണ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത് ഇതിനെ കുറിച്ച് പറയുന്നത് സ്വാഭാവികം മനസ്സിലാവില്ല. അയാളെ കുറിച്ച് പറയുന്നത് എന്റെ പൊന്നെ നമ്മളങ്ങനെ എന്തെല്ലാം പറയും. അറിഞ്ഞിട്ട് നമ്മളൊരാളുടെ പേര് പറഞ്ഞാലും കുഴപ്പമുള്ളൂ. അതാ പറഞ്ഞത്. അപ്പൊ ആ വ്യക്തി നിങ്ങൾ പറയണ വ്യക്തി ഇപ്പൊ കേസിന് പോകുന്ന പറയണം. കേസിന് പോട്ടെ. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വന്നെടുക്കണം. കറുത്ത ഒരു കുട്ടിക്ക് ഈ ഡാൻസ് കളിക്കാനോ മത്സരത്തിൽ പങ്കെടുക്കാനോ അവകാശമുണ്ടോ ഇല്ല? എന്താ കറുത്ത കുട്ടിക്ക്? കറുത്തൊരു കുട്ടിക്ക് ഈ മോഹിനിയാട്ടം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കളുടെ അഭിപ്രായ പ്രകാരം? അല്ല, അഭിപ്രായ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ ഉള്ള കുട്ടിക്ക് ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ യോഗ്യതയുണ്ടോ? അത് തന്നെ പറഞ്ഞെന്ന്. പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഒരാ മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കയറി ഇയാൾ ചോദിക്കണത്? അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ.